പുതുപ്പള്ളി ഒരാളെ കാണാതായിട്ട് ഇന്ന് 6 ദിവസമായി. പോലീസും നാട്ടുകാരും രാപകലില്ലാതെ തെരച്ചിൽ നടത്തിയിട്ടും ആളെപ്പറ്റി യാതൊരു വിവരവുമില്ല. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിൽപ്പെട്ട തച്ചകുന്ന് കടുപ്പിൽ കീഴാറ്റിൽ ചെറിയാൻ 75 വയസ്സ്. അദ്ദേഹത്തെയാണ് കാണാതായിട്ട് ഇന്ന് 5 ദിവസം കഴിഞ്ഞ് 6-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. രാവിലെ 11 മണിയോടുകൂടിയാണ് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് കാണാതായതായി അറിയാൻ സാധിക്കുന്നത്. ചെറിയാനെ കാണാതാവുന്ന അന്ന് ചെറിയാന്റെ ഭാര്യയും മകനുമാണ് വീട്ടിലുണ്ടായിരുന്നത്. അവര് പുതുപ്പള്ളൊരു സ്ഥാപനത്തിൽ ജോലി നോക്കുന്നുണ്ട്. അങ്ങോട്ട് പോയ സമയത്ത് മകനും ചെറിയാനും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. എന്നാൽ മകന് മീൻ്റെ വ്യാപാരമുള്ളതിനാൽ മകനും പോയി. പിന്നീട് ചെറിയാൻ ഒറ്റയ്ക്കാണ് വീട്ടിലുണ്ടായിരുന്നത്. ഏകദേശം ഉച്ചയോടടുത്താണ് ചെറിയാനെ കാണാതാകുന്നത്. രോഗബാധിതനും അധികം നടക്കാനും വയ്യാത്ത ചെറിയാൻ ഈ പരിസരം വിട്ടെങ്ങും പോകത്തില്ലെന്ന് കണക്കൂട്ടി നാട്ടുകാരും ബന്ധുക്കളും എല്ലാം ഈ പരിസരങ്ങളെല്ലാം മുഴുവൻ തിരഞ്ഞ്, എങ്കിലും കാണാതെ വന്നതിന് ശേഷമാണ് പോലീസിൽ പരാതി നൽകുന്നത്. താമസിക്കാൻ വീട് പോലുമില്ലാത്ത ചെറിയാന് ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ 50 വീട് നിർമ്മിച്ചു നൽകുന്നതിൽ ഒരു വീട് ചെറിയാനാണ് ലഭിച്ചത്. അതിൽ താമസം തുടങ്ങിയിട്ട് 2 മാസമേ ആയിട്ടുള്ളായിരുന്നു. ആ സമയത്താണ് ചെറിയാനെ കാണാതാകുന്നത്. ചെറിയാന്റെ വീടിന് മുൻവശത്തുള്ള ഈ വീട്ടിൽ ക്യാമറയുണ്ട്. എന്നാൽ ഉച്ച സമയത്ത് ക്യാമറ ഓഫായിരുന്നു. കറണ്ട് ഇല്ലായിരുന്നെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇതിൽ ദൃശ്യങ്ങളൊന്നും പതിഞ്ഞിട്ടില്ല. കാരണം വീടിന്റെ മുൻവശത്തേക്ക് മാത്രമേ ചെറിയാൻ പോകാൻ സാധ്യതയുള്ളൂ. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പുതുപ്പള്ളി നാരകത്തോട് റോഡിൽ സ്ഥാപിച്ച ക്യാമറയാണ്. അപ്പം ഇതുവഴി പോയിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഈ ക്യാമറയും ചെക്ക് ചെയ്തായിരുന്നു. എന്നാൽ ഇതിൻ്റെ ഒന്നും ചെറിയാന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല. പിന്നീട് ചെറിയാൻ എവിടെ പോയി എന്ന ചോദ്യം മാത്രമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. ചെറിയാനെ കാണാനില്ല എന്ന് പോലീസിൽ പരാതി കൊടുത്ത സമയത്ത് തന്നെ വാർഡ് മെമ്പർ ജോബി എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു, ചെറിയാനെ കാണാനില്ല, വാർത്ത കൊടുക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെയാണ് ഞാൻ നമ്മുടെ ചാനലിൽ വാർത്ത കൊടുത്തത്. അതിനുശേഷം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഈ പരിസരത്തിൽ കാട് പിടിച്ച സ്ഥലങ്ങളും എല്ലാം പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ 2-3 ദിവസമായിട്ട് തെരച്ചിൽ തുടരുകയായിരുന്നു. എന്നിട്ടും ചെറിയാനെപ്പറ്റി യാതൊരു വിവരവും ലഭിച്ചില്ല. പോലീസ് നായയെ കൊണ്ടുവന്ന് ഇവിടെ പരിശോധന നടത്തിയായിരുന്നു. ഇന്നും പോലീസ് സംഘം തെരച്ചിലിന് വേണ്ടി എത്തിയതാണ്. പോലീസ് നായ പോയത് ഈക്കെല്ലാം ഫയർഫോഴ്സ് തപ്പിയതാണ്. ചെറിയാന്റെ വീടിനോട് ചേർന്നിരിക്കുന്ന കിണറാണ്. പോലീസ് നായ പോയത് ഈ വീടിന്റെ സൈഡിൽ കൂടെയാണ് പോലീസ് നായ പോയത്. ഇവിടെ ഈ പരിസരം ഒരുപാട് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അങ്ങോട്ടാണ് പോലീസ് നായ പോയത്. എന്നാൽ ഈ വഴി കുറച്ച് ദൂരമേ പോലീസ് നായ പോയുള്ളൂ. പിന്നീട് തിരിച്ചു പോരുകയായിരുന്നു. അതുകൊണ്ട് ഈ കാട് പിടിച്ച സ്ഥലങ്ങൾ മുഴുവൻ നാട്ടുകാരും ഫയർഫോഴ്സും പോലീസും എല്ലാം 2-3 വട്ടം തെരച്ചിൽ നടത്തിയതാണ്. ഈ പരിസരത്തെങ്ങാനും വീണ് കിടക്കുകയോ എന്തെങ്കിലും അപകടം പറ്റിയതോ എന്തെങ്കിലും ആണെന്നവർ തപ്പിയത്. മുഴുവൻ പരിശോധിച്ചിട്ടും അദ്ദേഹത്തെ പറ്റി യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ഇന്ന് ചെറിയാന്റെ ഭാര്യയും മകനും വീണ്ടും കോട്ടയം ഈസ്റ്റ് പോലീസിൽ ചെന്ന് വീണ്ടും പരാതി കൊടുത്തു. അതിൻ പ്രകാരം ഇന്ന് പോലീസ് സംഘം ഉച്ചയോടുകൂടി വീണ്ടും തെരച്ചിലിന് വന്നതാണ്. ധാരാളം പോലീസുകാരുണ്ടായിരുന്നു. അവരെല്ലാം ഈ പരിസരങ്ങളെല്ലാം മുഴുവൻ വീണ്ടും ഒന്നും കൂടെ നോക്കി. അതിനുശേഷം ബന്ധുക്കളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. കൂടാതെ സൈബർ സെല്ലിലെ ഉദ്യോഗസ്ഥരെത്തിയായിരുന്നു. കൂടാതെ ചെറിയാന്റെ വീട്ടുകാരെയും എല്ലാം പോലീസ് പലവട്ടം ചോദ്യം ചെയ്യുകയുണ്ടായി. മക്കളെയും 2 ആൺപിള്ളേരെയും എല്ലാം ചോദ്യം ചെയ്യുകയുണ്ടായി. എങ്കിലും ചെറിയാനെപ്പറ്റി യാതൊരു വിവരവും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല.
നാട്ടുകാരും ആകെ പ്രതിഷേധത്തിലാണ്. കാരണം ഒരാളെ കാണാതായിട്ട് ഇന്ന് 5 ദിവസം പിന്നിട്ടിട്ടും ആളെപ്പറ്റി യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. സംശയവും ദുരൂഹതയും കൂടിക്കൂടി വരുന്നു എന്നു മാത്രം.